ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ധന്യ. ഇന്ന് നമുക്ക് വെജിറ്റേറിയൻസിൻ്റെ ബീഫ് കറി ഉണ്ടാക്കിയാലോ, അതായത് നമ്മുടെ സോയ ചങ്ക്സ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ലേശം ഉപ്പിട്ടിട്ട് സോയ ചങ്ക്സ് കുതിർക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കുതിർക്കാൻ വെക്കണം. പിന്നെ നമ്മളൊരു പാൻ വെച്ചു, ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, സവോള കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം, ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഉള്ളിലേക്ക് ഒന്ന് വതങ്ങി വന്ന ശേഷം നമുക്കിതിലേക്കുള്ള മസാലാസൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. നമ്മളിതിൽ ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കില്ല, ചിക്കൻ മസാലപ്പൊടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വതങ്ങി വന്ന ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച സോയ ചങ്ക്സ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ഈ മസാലാസൊക്കെ ഈ സോയാബീനിൽ നല്ലപോലെ പിടിക്കുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്ര ഗ്രേവി വേണം അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, നന്നായിട്ട് ഒന്ന് കുറുകി വരണം. നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ലേശം കുരുമുളക് പൊടിയും കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് കറി റെഡി ആയിരിക്കണം. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബായ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റും കൂടെ ചെയ്യണം, ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ.